DLF ഫ്ളാറ്റിലെ സാമ്പിളുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം. പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ ഫലം ലഭിച്ച 3 സാമ്പിളുകളിലാണ് കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, പരിശോധനയ്ക്ക് അയച്ച വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ആ വെള്ളം കഴിച്ച എല്ലാവർക്കും ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് പരിശോധനാ ഫലത്തിൽ നിന്നും വ്യക്തമാകുന്നത്? രേണുക, ഇതിനു മുൻപ് തന്നെ ഒരു സ്വകാര്യ വ്യക്തി വെള്ളം പരിശോധിച്ചിരുന്നു. ഇതിൽ തന്നെ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ആരോഗ്യ വകുപ്പ് 46 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത്. അത് തന്നെ ഈ DLF ഫ്ളാറ്റിലെ ടാങ്കുകളിൽ നിന്നും ഒപ്പം കുഴൽക്കിണറുകളിൽ നിന്നും ടാപ്പുകളിൽ നിന്നും കിണറുകളിൽ നിന്നും ടാങ്കർ ലോറികളിൽ സപ്ലൈ ചെയ്യുന്ന വെള്ളം എന്നിവയിൽ നിന്നും ഇങ്ങനെ 46 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ 19 സാമ്പിളുകളിലെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതിൽ പലതിലും ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കാനുണ്ട്. ഏതായാലും ഇത് സൂചിപ്പിക്കുന്നത് വെള്ളത്തിന്റെ ഗുണനിലവാരം വളരെ മോശമെന്നാണ്. അതിനാൽ തന്നെ ആരോഗ്യ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ സൂപ്പർ കോർഡിനേഷൻ നടത്താനും ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്നു മുതൽ ആരോഗ്യ വകുപ്പ് വിവിധ ഫ്ളാറ്റുകളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ സാമ്പിളുകൾ 2 നേരം പരിശോധിച്ച് ക്ലോറിന്റെ അളവ് വിലയിരുത്തി വരുന്നതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫ്ളാറ്റിലുള്ള അസോസിയേഷന് കൃത്യമായ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ ഉപയോഗിക്കുന്ന ഫ്ളാറ്റുകൾ കൃത്യമായും അവിടെ ഉപയോഗിക്കുന്ന വെള്ളം കൃത്യമായും പരിശോധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലെ പകർച്ചവ്യാധികൾ ഉണ്ടായാൽ ഉടൻ തന്നെ ആരോഗ്യ വകുപ്പിനെ അറിയിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഏകദേശം 400-ലധികം പേരാണ് ഇപ്പോഴും വീടുകളിലും വിവിധ ആശുപത്രികളിലുമായിട്ട് ഈ പകർച്ചവ്യാധിയെ തുടർന്ന് ചികിത്സ തേടിയിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.